5 ഡിസംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് ഏതൊക്കെയാണ് നമുക്ക് വാച്ച് ചെയ്ത് നോക്കാം. നിഫ്റ്റിയിലാണെങ്കിൽ 24,556 ഇതിൻ്റെ മുകളിലേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഡൗൺ സൈഡിലായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക 1 മിനിറ്റ് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട്. ഇനി ഇൻ കേസ് 24,280 താഴേക്കാണെങ്കിൽ വരുന്നതെങ്കിൽ അപ്പ് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യും. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തെ അതായത് 4th ഡിസംബറിൻ്റെ ഡേ ലോ ഏരിയയും ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. ഒരു IDX ആണെങ്കിലും ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. കാരണം 1 ഡേ IDX എടുത്തതിന് ശേഷം പൊതുവേ ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വരികയാണെന്ന് തോന്നിച്ചിട്ട് ലോ എടുത്തിട്ട് പൊതുവേ അപ്പ് സൈഡിലേക്ക് പോകുന്നൊരു പ്രൈസ് ആക്ഷൻ ഇപ്പോൾ മാർക്കറ്റിൽ കാണാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റിൽ പ്രൈസ് ആക്ഷൻസ് ഓരോ സമയത്തും ഡിഫറെൻ്റ് ആയിട്ട് കാണുന്ന ഒരു രീതിയാണത്. ഇത് ഓവറോൾ വേൾഡ് മാർക്കറ്റിലൊക്കെ കാണുന്നുണ്ട്. ക്രൂഡ് മീൻസ് ഈവൻ US ഡോളർ മീൻസ് US പിന്നെ ഫോറക്സ് ട്രേഡിംഗ് ഉണ്ട്, യൂറോ USD കാണുന്നുണ്ട്, US ഓയിൽ ഒക്കത്തിലും ഇത്തരത്തിലുള്ള ഒരു പ്രൈസ് ആക്ഷൻ, അതുപോലെ BTC കാണുന്നുണ്ട്. ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു പ്രൈസ് ആക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിലും ഇപ്പോൾ കാണുന്നുണ്ട്. അതൊന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ. ഡെയിലി ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്തിട്ട് താഴെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്ന രീതി. അപ്പം 24,366 എന്നുള്ള റേഞ്ച് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അപ്പ് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ലിക്വിഡിറ്റി ഏരിയാസ് ഇന്ന് ഓൾറെഡി ഒരു മാർക്കറ്റ് ടൈമിൽ ലിക്വിഡിറ്റി ബാങ്ക് നിഫ്റ്റി ടാപ്പ് ചെയ്തിട്ട് നന്നായിട്ട് മുകളിലേക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നിരുന്നു ലിക്വിഡിറ്റി മാർക്കറ്റ് അവേഴ്സിൽ എടുത്തിട്ട്. ഓക്കെ, ഇന്നത്തെ ഞാൻ ലൈവ് ട്രേഡ് ഞാൻ ചെയ്ത ട്രേഡ് എല്ലാവരും കണ്ടു തന്നെ. ടോപ്പിൽ നിന്ന് നിഫ്റ്റിയിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് ഡെയിലി ടൈം ഫ്രെയിം ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തിട്ട് വലിയ ടാർഗറ്റാണ്. പക്ഷേ എനിക്ക് ജസ്റ്റ് കോസ്റ്റ് പ്രൈസിൽ അടിച്ചിട്ടാണ്. ആ വീഡിയോ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതുപോലെ നിഫ്റ്റിയിൽ പിന്നെ ലാസ്റ്റ് ഒരു ട്രേഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടോ. ഓവറോൾ 7,000 സംതിങ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ പോലെ 52,884 താഴേക്ക് വരികയാണെങ്കിൽ അപ്പ് സൈഡിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക ഫസ്റ്റ് അറ്റംപ്റ്റ്. അതുപോലെ 53,324 മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഏത് ഏരിയയിലേക്കാണ് ആദ്യം വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ. ഇനി ഇൻ കേസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം സെയിം ഡേ നാളത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന ലിക്വിഡിറ്റി ഏരിയക്ക് അനുസരിച്ചിട്ടായിരിക്കും നെക്സ്റ്റ് ട്രേഡ് ചെയ്യാം. എനിവേ, താങ്ക് യു, ബൈ.